നൂറുകണക്കിന് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിനെല്ലാത്തിനും കൂടി ഉത്തരം ഓരോരുത്തർക്കും പ്രത്യേകം പറയുന്നതിനേക്കാൾ നല്ലത് ഈ ചോദ്യങ്ങളൊക്കെ പലർക്കും അറിയേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ട് പ്രസക്തമായ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ്, ഞാൻ ഇന്നൊരു കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മീറ്റ് ദ ലെൻസ് എന്ന ചാനലിലെ ഈ അടുത്ത കാലത്ത് തെങ്ങ് വളത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഈ സമയം കൊണ്ട് ഏതാണ്ട് 4 ലക്ഷത്തിലധികം ആൾക്കാർ, കാർഷിക കേരളത്തിലെ ആൾക്കാർ അത് കണ്ടു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ആ വീഡിയോയുടെ താഴെ നിരവധി ആൾക്കാർ പല ചോദ്യങ്ങൾ ചോദിച്ചു. നൂറുകണക്കിന് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിനെല്ലാത്തിനും കൂടി ഉത്തരം ഓരോരുത്തർക്കും പ്രത്യേകം പറയുന്നതിനേക്കാൾ നല്ലത് ഈ ചോദ്യങ്ങളൊക്കെ പലർക്കും അറിയേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ട് പ്രസക്തമായ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പൊതുവായിട്ട് ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കർഷകർക്കും ഇതിനോട് താല്പര്യമുള്ളവർക്കും ഉപകാരപ്രദമായ അറിവുകളാണ് ഞങ്ങളുടെ ചാനലിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടായാൽ മാത്രമേ തുടർന്ന് നമുക്ക് ചാനലിലെ ഇതേപോലെ വീഡിയോകൾ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കുഞ്ഞു അറിവുകൾ, നമുക്കറിയാവുന്ന അറിവുകൾ ലോകത്തോട് പങ്കുവയ്ക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റു വീഡിയോകൾക്കും ഇതുപോലെ ആൾക്കാർ വന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവയ്ക്കുള്ള ഉത്തരവും ഇതേപോലെ പല എപ്പിസോഡുകളായിട്ട് ഞാൻ മറുപടി നൽകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ തെങ്ങ് വളത്തെ സംബന്ധിച്ച വീഡിയോയിൽ വന്നിട്ടുള്ള പ്രസക്ത ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം മജീദ് എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. തെങ്ങിന് ഉപ്പ് കൊടുക്കുന്നു എപ്പോൾ, എത്ര? അപ്പൊ തെങ്ങ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ വിള, അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞ കടൽ തീരത്താണ്. അപ്പൊ അതിൻ്റെ ഒരു ജീനില് ഉപ്പിനോടൊരു പ്രതിപത്തിയുണ്ട്. അപ്പൊ ഉപ്പുണ്ടെങ്കിൽ അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ്, സസ്യമാണ് ഈ തെങ്ങെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു രാസ സംയുക്തമാണ് ഉപ്പെന്ന് പറയുന്നത്. ഈ സോഡിയം എന്ന് പറയുന്നത് തെങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന മൂലകം പൊട്ടാഷാണ്. പൊട്ടാഷും സോഡിയവും ഈ ആവർത്തന പട്ടികയിൽ അടുത്തടുത്ത വീട്ടുകളിൽ താമസിക്കുന്ന സഹോദരങ്ങളാണ്. ഒരാറ്റത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പൊട്ടാഷ് കുറഞ്ഞു പോയാൽ അതിന് പകരമായിട്ട് ഇവർ സോഡിയം ഉപയോഗിക്കും. പിന്നെ ക്ലോറിൻ എന്ന് പറയുന്ന മൂലകവും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സൂക്ഷ്മ മൂലകമാണ് തെങ്ങിനെ സംബന്ധിച്ച്. അതിൻ്റെ പലവിധ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു മൂലകം തന്നെയാണ്, സൂക്ഷ്മ മൂലകം തന്നെയാണ് ക്ലോറിൻ. അപ്പം സോഡിയവും ക്ലോറിനും ചേർന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പ് തെങ്ങിന് വളരെ നല്ലതാണ്. അപ്പോൾ കായ്ക്കുന്ന ഒരു തെങ്ങിന് 2 1/2 കിലോ ഉപ്പാണ് വേണ്ടത്. ആ ഉപ്പ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണയായിട്ട് നമുക്ക് നൽകാം. ആദ്യ മഴക്കാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പും രണ്ടാം മഴക്കാലം അവസാനിക്കുമ്പോഴും. അതായത് ആദ്യ മഴക്കാലം ആരംഭിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ. ആ മെയ് ജൂൺ മാസങ്ങളിൽ 1-2 മഴ പെയ്തതിന് ശേഷം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു 1.5 മീറ്റർ അകലത്തിൽ വട്ടത്തിൽ ചെറിയ ഒരു ചാലെടുത്തിട്ട് ഈ ചാലിൽ വേണം ഒരു 750 ഗ്രാം ഉപ്പുണ്ട്. അതേപോലെ സെപ്റ്റംബർ ഒക്ടോബറിൽ രണ്ടാം മഴക്കാലം കഴിയുന്ന പാട് ആ സമയത്തും ഇതേപോലെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വാരി തടത്തിൽ വിതറരുത്. കാരണം ഉപ്പിന് ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രഭാവമുണ്ട്. വേരുകൾ വീണാൽ വേരുകൾ പൊള്ളിപ്പോകും. അപ്പോൾ അതിൻ്റെ കോശരസങ്ങളെ പുറത്തേക്ക് വലിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഉപ്പിടുമ്പോൾ വേനൽക്കാലത്ത് ഉപ്പിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം സഞ്ജയ് സാമാത്യു എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ ഒരു തെങ്ങിന് ഒരു വർഷം എത്ര കിലോ എല്ലുപൊടി, എത്ര കിലോ വേപ്പിൻ പിണ്ണാക്കാണ് കൊടുക്കേണ്ടത്? അതുപോലെ ഒരു വർഷത്തിൽ താഴെ പ്രായമുള്ള തൈക്ക് എത്ര വളമാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഈ ചോദ്യം വ്യക്തമല്ല. ഒരു വർഷത്തിൽ താഴെ പ്രായമുള്ള തൈക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം വളമാണോ എന്നുള്ള വ്യക്തമല്ല. എങ്കിലും എല്ലുപൊടിയുടെയും വേപ്പിൻ പിണ്ണാക്കിൻ്റെയും കാര്യം പറയാം. വലിയൊരു തെങ്ങിന് എത്ര കിലോ എല്ലുപൊടി എന്ന് പറഞ്ഞാൽ, ഈ എല്ലുപൊടി നമ്മൾ കൊടുക്കുന്നത് പ്രധാനമായിട്ടും ഫോസസ് എന്ന് പറയുന്ന മൂലകം കിട്ടാൻ വേണ്ടിയാണ്. ഫോസസ് കിട്ടുക എന്ന് പറയുമ്പോൾ വേരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു മൂലകമാണ്. പ്രധാന ഉപയോഗമാണ് ഞാൻ പറയുന്നത്. വേരിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു മൂലകമാണ് ഫോസസ്. ആ ഫോസസ് ലഭിക്കുന്ന ഒരു വളമാണ് എല്ലുപൊടി.
അതിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ 1 കിലോ എല്ലുപൊടിക്ക് ഏതാണ്ട് 40-50 രൂപ വില വരും. അതിനകത്ത് നിന്ന് കിട്ടുന്ന 200 ഗ്രാം ഫോസസാണ്. അതേസമയം 1 കിലോ രാജ്ഫോസ് വാങ്ങിച്ചാലും മസൂർ വാങ്ങിച്ചാലും ഇത്രത്തോളം, അതായത് എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന അത്രത്തോളം ഫോസസ് ഈ രാജ്ഫോസിലും മസൂർ ഫോസിലും ഉണ്ട്. അതിന് വില താരതമ്യേന 10 രൂപയുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലുപൊടി കൊടുക്കണമെന്ന്, ലാഭകരമായ കൃഷിക്ക് എല്ലുപൊടി വേണ്ട, രാജ്ഫോസോ മസൂർ ഫോസോ മതി. എങ്കിലും ചോദിച്ചത് കൊണ്ട് പറയാം, ഒരു 2 മുതൽ 3 കിലോ എല്ലുപൊടി ഒരു തെങ്ങിന് കൊടുക്കാം, വലിയ മുതിർന്ന തെങ്ങിന്. വേപ്പിൻ പിണ്ണാക്ക് ഏകദേശം 2 കിലോ കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞ വളം എന്നതിനേക്കാൾ ഉപരി മണ്ണിലിടുമ്പോൾ പല തരത്തിലുള്ള രോഗനിയന്ത്രണ വസ്തുവായിട്ട് അത് മാറും. അതായത് ചെല്ലിയെ തുരത്താൻ കഴിയും, നിമ്മാവിരകളെ തുരത്താൻ കഴിയും, അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട് വേപ്പിൻ പിണ്ണാക്ക്. അതുകൊണ്ട് ഏത് ജൈവ വളങ്ങൾ ഇടുന്ന കൂട്ടത്തിൽ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇടാം. വേപ്പിൻ പിണ്ണാക്ക് ജൈവ വസ്തുക്കൾ ഇടുന്ന കൂട്ടത്തിൽ തന്നെ രാജ്ഫോസോ അല്ലെ മസൂറി ഫോസോ ഇടാം, എല്ലുപൊടി ഇടാം. പിന്നെ 1 വർഷത്തിൽ താഴെ പ്രായമുള്ള തൈക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ചോദ്യം എല്ലുപൊടിയുടെയും വേപ്പിൻ പിണ്ണാക്കിൻ്റെ അനുബന്ധമായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. ഒരു 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും ഏകദേശം 1/2 കിലോ രാജ്ഫോസും അല്ലെങ്കിൽ എല്ലുപൊടിയാണെങ്കിൽ 1 കിലോ ഒക്കെ കൊടുക്കാം. ജൈവവളമായി എല്ലുപൊടി മതിയോ? ഒരു തെങ്ങിന് എത്ര കിലോ? ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. ജൈവവളം എന്ന് പറയുമ്പോൾ ഒരു തെങ്ങിന്, ഒരു ആണ്ടിൽ കായ്ക്കുന്ന ഒരു തെങ്ങിന് 25 കിലോ എങ്കിലും ജൈവവളം കൊടുക്കണം. 25 കിലോ മുതൽ മുകളിലേക്ക് 50 കിലോ വരെ കൊടുക്കാം. നല്ല 10-100 തേങ്ങയിൽ കൂടുതൽ കിട്ടുന്ന ഒരു തെങ്ങാണെങ്കിൽ 50 കിലോ വേണമെങ്കിലും ജൈവവളം കൊടുക്കാം. ജൈവവളം എന്ന് പറയുമ്പോൾ നമ്മുടെ പറമ്പിൽ കുല വെട്ടിയ ശേഷമുള്ള വാഴത്തട വെട്ടി അറിഞ്ഞിട്ടാലും ജൈവവളമാണ്. അതുപോലെ കരിയില, പച്ചില വളങ്ങൾ, പയറുവർഗ്ഗ ചെടികൾ, ഇതെല്ലാം ജൈവവളങ്ങളാണ്. ആ കൂട്ടത്തിലാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കേണ്ടത്. അപ്പം ജൈവവളമായിട്ട് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ജൈവ വസ്തുക്കൾ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി ആഴത്തിലല്ലേ തടമെടുക്കേണ്ടത്? ആ വീഡിയോയിൽ ഒരു തടമെടുക്കുന്ന ഒരാൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് ഉദ്ദേശിച്ചായിരിക്കും ചോദിക്കുന്നത്. അതൊരു ഡെമോ ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഡെമോ ചെയ്തതാണ്. അപ്പം ആഴത്തിൽ എന്ന് പറയുമ്പോൾ ഒരു തെങ്ങിന് തടമെടുക്കുക എന്ന് പറയുമ്പോൾ 2 മീറ്റർ റേഡിയസിലാണ്. 2 മീറ്റർ റേഡിയസിൽ വേണം തെങ്ങിന് തടമെടുക്കേണ്ടത്. 10 സെൻറ്റിമീറ്റർ എങ്കിലും ആഴത്തിൽ വേണം ഒരു തടത്തിൻ്റെ ആഴം എന്ന് പറയുന്നത്. അങ്ങനെയാണ് തടമെടുക്കേണ്ടത്. അതായത് പഴയ വേരുകളൊക്കെ പോകണം. ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൊഞ്ചുപൊറ്റ പോക്കിയാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ പഴയ ചുരുണ്ട വേരുകളൊക്കെ പോകണം, എങ്കിൽ മാത്രമേ പുതിയ വേരുകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രത്തോളം ആഴത്തിൽ നമ്മൾ തടമെടുക്കണമെന്ന് പറയുന്നത്. പഴമക്കാരുടെ ഒരു കണക്കാണത്. അപ്പം അങ്ങനെയാണ് പിന്നെ തടമെടുക്കേണ്ടത്. ആനന്ദരാജ് എന്ന ഒരാളാണ് അത് ചോദിച്ചിരിക്കുന്നത്. മണ്ണ് പരിശോധനയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം മണ്ണ് പരിശോധനയെ കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം തുടർ എപ്പിസോഡായിട്ട് അത് വരുന്നതാണ്. മണ്ണ് പരിശോധനയെക്കുറിച്ച് അബ്ദുൽ ജബ്ബാർ, റോബി ജോർജ്, നൂറുദ്ദീൻ, സത്യൻ മേനോൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്നും മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും മണ്ണ് എവിടെ പരിശോധിക്കണം, മണ്ണ് പരിശോധിക്കാൻ എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദ്യമുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ അത്തരത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിസോഡ് വിശദമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ക്ഷമിക്കുക. അപ്പോൾ ആ വീഡിയോ കൃത്യമായിട്ട് എല്ലാവരും കാണുക. അപ്പം ഈ ചോദ്യങ്ങൾ ചോദിച്ചവരോടും അല്ലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. തൈത്തെങ്ങിന് എന്ത് വളമാണ് കൊടുക്കേണ്ടത്? അപ്പോൾ തൈത്തെങ്ങിന് എന്ത് വളമാണ് കൊടുക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഭക്ഷണം കൊടുക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അളവിൽ കുറവ് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം ഞാനൊരു പ്ലേറ്റ് ചോറ് ചെയ്യുന്നു വിചാരിച്ച് നമ്മുടെ ചെറിയൊരു കുഞ്ഞിന് ഒരു പ്ലേറ്റ് ചോറ് കൊടുക്കേണ്ട കാര്യമില്ല. തരമേന അളവ് കുറഞ്ഞ് ഇത് തന്നെ നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കേണ്ടത്. അതിനകത്ത് തർക്കമൊന്നുമില്ല. എന്ന് പറയുന്ന പോലെ ഒരു മുതിർന്ന തെങ്ങിന് എത്രത്തോളം വളം കൊടുക്കുമെന്നോ അതിനനുസരിച്ച്. അപ്പം മുതിർന്ന തെങ്ങിന് കൊടുക്കുന്ന വളത്തിൻ്റെ 1 വർഷം പ്രായമുള്ള ഒരു തെങ്ങാണെങ്കിൽ അതിൻ്റെ 1/5 ഭാഗം 1-ാം വർഷം കൊടുക്കുക, 2-ാം വർഷം 5-ൽ 2 ഭാഗം കൊടുക്കുക, അടുത്തത് 5-ൽ 3 ഭാഗം കൊടുക്കുക. അങ്ങനെ 5 വർഷമാകുമ്പോൾ ഒരു മുതിർന്ന തെങ്ങിന് കൊടുക്കേണ്ട വളം 5 വർഷം പ്രായമായ ഒരു തൈത്തെങ്ങിനും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വളപ്രയോഗത്തിൻ്റെ. അത് ഒരു മുതിർന്ന തെങ്ങിൻ്റെ 1/5 ഭാഗമാണ് 1-ാം വർഷം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. തെങ്ങിനെ ഇടിവെട്ടിയാൽ എന്ത് ചെയ്യും?
ഫുള്ളായിട്ട് വെട്ടിയിട്ടില്ല. ഫാത്തിമ എന്നൊരു സഹോദരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തെങ്ങിനെ ഇടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. കാരണം അത് ഭയങ്കര വോൾട്ടേജിൽ വൈദ്യുതി പ്രയോഗിച്ചാണ് അതിൻ്റെ സിസ്റ്റം ഒക്കെ തകരാറിലായി ഉണങ്ങിപ്പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിനെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ട് വളപ്രയോഗമൊക്കെ ചെയ്ത് ചിലപ്പോൾ അത് രക്ഷപ്പെട്ടു വന്നാൽ ഇരിക്കും. അപ്പോൾ അതിനുള്ള കാര്യമായ രീതിയിലുള്ള പരിചരണങ്ങൾ ശാസ്ത്രീയമായിട്ട് ചെയ്തുകൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത ഒരു ഐഡിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. മൈ ഗാർഡൻ ഇൻ എന്ന ഐഡിയിൽ നിന്നാണ് അടുത്ത ചോദ്യം. തെങ്ങിൽ പൂക്കലകളുണ്ട്, എന്നാൽ മച്ചിങ്ങ പിടിക്കുന്നില്ല, എന്താണ് സാർ പ്രതിവിധി? എന്ത് വളമാണ് ഇടേണ്ടത്? അപ്പം തെങ്ങില് വിളവുണ്ടാവാൻ സമീകൃതമായ വളപ്രയോഗം വേണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പൊട്ടാഷാണ് വേണ്ടത്. പൊട്ടാഷാണ് പ്രൊഡക്ഷന് വേണ്ടുന്ന ഒരു മൂലകം. അപ്പോൾ പൊട്ടാഷ് ഏകദേശം ഒരു തെങ്ങിന് ഏതാണ്ട് 2 കിലോ എങ്കിലും ഒരു വർഷം കൊടുക്കണം. ഒരു തവണയല്ല, പല തവണയായിട്ട് നമുക്ക് കൊടുക്കാം. മാസം തോറും വേണമെങ്കിൽ 2 കിലോ എന്നുള്ളത് 10 മാസം കൊടുക്കുക. ഈ മഴക്കാലം ഒഴികെ ഉള്ള 10 മാസം കൊടുക്കുക എന്ന് കൂട്ടുകയാണെങ്കിൽ ഒരു മാസം 200 ഗ്രാം വീതം ഇങ്ങനെ തടത്തിലിട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ 2 കിലോ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രശ്നം ബോറോൺ എന്ന് പറഞ്ഞ മൂലകമാണ്. അപ്പോൾ ബോറോൺ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരാണ്ടിൽ ഏതാണ്ട് 150 ഗ്രാമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ മച്ചിങ്ങ പൊഴിച്ചിലും അല്ലെങ്കിൽ വെള്ളക്ക പൊഴിച്ചിലിനും അതുപോലെ തന്നെ പൂങ്കുല കരിഞ്ഞു പോകുന്നതും പൂങ്കുല കൊഴിഞ്ഞു പോകുന്നതിനും ഒക്കെ വേണ്ടുന്ന മൂലകം ബോറോൺ എന്ന് പറഞ്ഞ മൂലകമാണ്. ബൊറാക്സ് എന്ന രീതിയിൽ അത് വാങ്ങാൻ കിട്ടും. 150 ഗ്രാമാണ് കേരള കാർഷിക സർവകലാശാല ഒരു തെങ്ങിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണത്തിൻ്റെയും ശുപാർശ അത് തന്നെയാണ്, 150 ഗ്രാം ഒരു തെങ്ങിന്. അപ്പോൾ അത് മറ്റു വളങ്ങളോട് ചേർത്ത് കൊടുക്കരുത്, അത് തനിച്ച് വേണം ചെയ്യാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബോറോണിൻ്റെ നന്നായിട്ടുള്ള അപ്റ്റേക്ക് വേണമെങ്കിൽ നന്നായിട്ട് ജൈവവളങ്ങളും കൊടുക്കണം. കാരണം കാലവർഷ ആരംഭത്തിൽ നമ്മൾ 25 കിലോ എങ്കിലും ജൈവവളം കൊടുത്താൽ മാത്രമേ തുടർന്ന് വരുന്ന മാസങ്ങളിൽ നമ്മൾ ഈ ബോറാക്സ് ഇടുമ്പോൾ അത് അപ്റ്റേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഡോളോമേറ്റ് എങ്ങനെ തിരിച്ചറിയാം? നല്ല ഡോളോമേറ്റ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള നല്ല വിശ്വാസമുള്ള കടകളിൽ നിന്നോ അല്ലെ ഡിപ്പോയിൽ നിന്നോ വാങ്ങിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വിശ്വാസമുള്ള നമുക്ക് ഒരു ഡിപ്പോയിൽ നിന്ന് വാങ്ങുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അടുത്തത് ബഷീർ കുഞ്ഞ് എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. പിടിക്കുന്ന തേങ്ങയിൽ കൂടുതലും പേടാവുന്നു, മച്ചിങ്ങ പരുവത്തിൽ പൊഴിയുന്നു, ഇതിനെന്താണ് പ്രതിവിധി? ആ തെങ്ങിൽ ഇതുവരെയും പേട്ട് തേങ്ങ കായ്ക്കുന്ന സ്വഭാവമാണെങ്കിൽ അത് ഹെറിഡിറ്ററിയാണ്. ഇതല്ലാതെ പൊടുന്നനവെയാണ് ഈ പേട്ട് തേങ്ങ ആവുന്നതെങ്കിൽ പോഷകക്കുറവാണ്. ബോറോണിൻ്റെയും പൊട്ടാഷിൻ്റെയും കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരാൾക്ക് പറഞ്ഞ പോലെ 150 ഗ്രാം ബോറാക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ പ്രശ്നം അതോടുകൂടി പരിഹരിക്കും. പിന്നെ മച്ചിങ്ങ പരുവത്തിൽ പൊഴിയുന്നു എന്ന് പറയുമ്പോൾ മച്ചിങ്ങ പരുവത്തിൽ പൊഴിയുന്നതിനും ഒരു കാരണം പൊട്ടാഷിൻ്റെയും ബോറോണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ആകാം. അതോടൊപ്പം തന്നെ തെങ്ങിനും മഹാളിയുണ്ട്, മച്ചിങ്ങ പൊഴിച്ചൽ സ്വഭാവമുണ്ട്. അപ്പം അതിൻ്റെ മോടം അഴുകിയാണ് വീഴുന്നതെങ്കിൽ മഹാളി എന്ന് പറയുന്ന രോഗമാണ്. കുമിൾനാശിനി ബോർഡോമിസമൊക്കെ അടിക്കേണ്ടി വരും. അങ്ങനെയുള്ള തെങ്ങിന് ബോർഡോമിസം മുകളിലും അടിക്കണം, ചുവട്ടിലൊഴിക്കുകയും വേണം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മച്ചിങ്ങ പൊഴിയെന്ന് പറഞ്ഞാൽ പൂക്കുലച്ചാഴിയുടെ ഉപദ്രവം കൊണ്ട് പൊഴിയാറുണ്ട്. പിന്നെ തീക്ഷ്ണമായ മണ്ടരിയുടെ ആക്രമണം ഉണ്ടായാൽ തേങ്ങ പൊഴിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ നമുക്ക് പരിശോധിച്ചാൽ, പൊഴിഞ്ഞു വീഴുന്ന വെള്ളയ്ക്ക പരിശോധിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന പൂക്കുലച്ചാഴിയുടെയോ അല്ലെങ്കിൽ മണ്ടരിയുടെയോ ലക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ചീഞ്ഞ ലക്ഷണമുണ്ടോ. ഇതൊന്നുമില്ലെങ്കിൽ പോഷകക്കുറവാണ്. ബോറാക്സ് ഇട്ട് കൊടുക്കുക, സഫീഷ്യൻ്റായിട്ട് പൊട്ടാഷ്യം കൊടുക്കുക.